ഹായ് ഗൈസ്, ഇന്ന് ജോലി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പരിപാടികളായിട്ട് ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനുണ്ട്, ആൽവിൻ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ സാറായ അവിനാഷ് ബ്രോ ഉണ്ട്, പിന്നെ ഈ സുന്ദരക്കുട്ടപ്പൻ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ദിൽജു ചേട്ടനും ഉണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എഡ്യൂക്കേറ്റ് വഴി 2 സ്റ്റുഡൻസ് പോളണ്ടിന് പോവാണ് പഠിക്കാൻ. അവരെ യാത്ര അയക്കാൻ വേണ്ടി പോണെയാണ് ഞങ്ങള്. കൊച്ചി ആയതുകൊണ്ട് സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആണ് ഇവിടെ. ചെറുതായിട്ട് ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി പിടിച്ചാണ്. പക്ഷെ ഇവിടെയാണ് ഇപ്പൊ ഏറ്റവും വലിയ ട്രാഫിക്. സിഗ്നലിൽ 10 മിനിറ്റ് കിടക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഇവിടെ ഞങ്ങൾ 15 മിനിറ്റ് കിടന്നു. അങ്ങനെ കൊച്ചിയിലെ ട്രാഫിക്കിൽ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. കൊതുകും ട്രാഫിക്കും കൊച്ചിയുടെ സ്വന്തം മാത്രമാണ് എന്നും എപ്പോഴും. ആൽവിനാണ് ഇവിടെ വിജലിപ്പിച്ചിരിക്കുകയാണ്. അവള് പറയുന്നത് അവൾക്ക് ഷൈ ആണെന്നാണ്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും നാണല്ലാത്തവളാണ് ഇവള്. കണ്ടില്ലേ കാണിക്കുന്നതൊക്കെ. അങ്ങനെ ട്രാഫിക് മറികടന്ന് ഞങ്ങൾ വന്നേക്കുന്നത് പോണ പിള്ളേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനാണ്. അതിനുവേണ്ടി ഞങ്ങൾ വന്നത് ഒരു ചെടിച്ചട്ടിക്കടയിലാണ്. ചെടിച്ചട്ടിയാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടോ, വെറൈറ്റി അല്ലേ? ദിൽജു ചേട്ടനാണെങ്കിൽ ഊരിപ്പോയ പാന്റൊക്കെ വലിച്ചേറ്റി ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അവിനാഷ് ബ്രോ ആണെങ്കിൽ നല്ല ചെടി നമുക്ക് ഓഫീസിലേക്ക് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ വില കണ്ടപ്പോഴാണ് സാറിന് സമാധാനമായോ. 9500 രൂപ പ്ലാസ്റ്റിക് ചെടിക്ക്. പിന്നെയാണെങ്കിൽ അവിടെ കുറെ ചട്ടി നിരത്തിച്ചിട്ടുണ്ട്. ആ ചട്ടിയൊക്കെ കണ്ടുകൊണ്ട് നടക്കാണ് ഞാൻ. ബ്യൂട്ടിഫുൾ ചട്ടീസ്. അവിനാഷ് ബ്രോക്കാണ് ഇപ്പൊ ചെടി ചട്ടി എന്നൊക്കെ ഞാൻ ഭയങ്കര ഭ്രാന്താണ്. ഓഫീസിലാണ് ഒരു കിൻഡർ ചെടി ഇപ്പൊ തന്നെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി അത് സംഭവിച്ചു. അങ്ങനെ വീണ്ടും ചെടി വാങ്ങാൻ പോവാണ് അവിനാഷ് ബ്രോ. അവിനാഷ് ബ്രോനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് പിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആൽവിനെ. ഇത് വാങ്ങിയാലോ അത് വാങ്ങിയാലോ എന്ന് പറഞ്ഞു. ചട്ടി എടുത്ത് ഇപ്പോഴേ അവള് കൈ വെച്ചേക്കാണ് ആ ചെടി വെക്കാന്നും പറഞ്ഞു. അങ്ങനെ ഫൈനലി ആ ചട്ടിയും വാങ്ങി നമ്മള്. ഇവിടെ ഇത്രയും പരിപാടി നടക്കുമ്പോ ഇവിടെ ഒരാള്. ഹലോ, ആ കരി ഞാനാ, ശിവേട്ടനാ. എന്നിട്ട് എവിടെ നിക്കണത്? ശിവേട്ടാ, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോന്ന്. അങ്ങനെ ചെടി വാങ്ങൽ പരിപാടികളൊക്കെ കഴിഞ്ഞത് ആൽവിനെ ചെടിയുമായിട്ട് ഇവിടെ നിൽക്കണ്ടേ. ഇനി ബില്ലിംഗ് ആണ്. ബില്ല് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് നമ്മുടെ സ്വന്തം ശിവേട്ടൻ, സോറി ദിൽജുവേട്ടനാണ്. അവിടെയാണ് കുറെ ക്രിസ്മസ് അപ്പൂപ്പന്മാരെ നിരത്തി വെച്ചിട്ടുണ്ടോ. അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. അങ്ങനെ 2025 തീരാറായിന്ന്. അങ്ങനെ ചെടിച്ചട്ടി വാങ്ങി ഞങ്ങൾ നേരെ വിട്ടത് വേറൊരു പരിപാടിക്ക് വേണ്ടി. ചെടിച്ചട്ടിയായിട്ട് എങ്ങനെ കൊടുക്കണേ, അതിന് കുറച്ച് അലങ്കാരമൊക്കെ എടുത്തിട്ടുണ്ട്. അലങ്കാര പണികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പാർട്ട് വ്ളോഗിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.